ഹായ് ഹലോ നമസ്കാരം. ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കോട്ടോ. അപ്പോൾ നമുക്ക് ഏഷ്യാഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് കപ്പ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കപ്പ നമ്മൾ കൊത്തി എരിഞ്ഞ് കഴുകി വാരി എടുത്ത് വെച്ചോട്ടോ. കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചു. പിന്നെ ഇത് എല്ല് കഴുകി വാരി എടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കറിലാണ് ഇതെല്ലാം വയ്ക്കുന്നത്. അപ്പോൾ ആ കപ്പ വെന്ത് കഴിഞ്ഞിട്ട് അത് ഊറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാ കുക്കറിൽ തന്നെ വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേ എല്ലെല്ലാം വാരിയിട്ടു അതിലിട്ട് സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ചതച്ചതെല്ലാം കൂടെ ഇട്ടു കേട്ടോ. അതെല്ലാം ഇട്ട് അതിനകത്തേക്ക് തന്നെ പിന്നെ നമ്മൾ പൊടികളെല്ലാം ഇടും കേട്ടോ. അപ്പോൾ ഇച്ചിരി ആവശ്യത്തിന് ഉപ്പിട്ടു, പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അങ്ങനെ മസാലകളെല്ലാം നമ്മളിട്ട്, നമുക്കറിയാലോ എല്ലും കപ്പയ്ക്ക് ആവശ്യമുള്ള എല്ലാ പൊടികളും തന്നെ ഇട്ട് നമ്മളതങ്ങോട്ട് വേവിച്ചെടുക്കും. അങ്ങനെ വേവിച്ച് നമ്മുടെ കപ്പ കുക്കറിലേക്ക് അങ്ങ് വെച്ച് വേവിച്ച് എടുത്തതിന് ശേഷം നമ്മുടെ കപ്പ എല്ലും നമ്മുടെ ഓക്കെ ആയി വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് പൊടികളെല്ലാം നമ്മൾ വറുത്ത് അതിൻ്റെ മീതേക്ക് ഇട്ടിട്ട് ആവി കയറ്റിയതാട്ടോ. ആവി കയറ്റി വെച്ചു. പിന്നെ നമ്മളതൊന്ന് കടുക് താളിച്ചെടുക്കണം. കടുകല്ല കേട്ടോ ഇടണേ, ഞങ്ങൾ ഉള്ളി അരിഞ്ഞിടണേ. അതെ, അതൊന്ന് ആവി കയറുമ്പോഴത്തേക്കും നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് ഉള്ളി വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളത് അതിലോട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇളക്കുന്നതിലാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ അടുത്ത പ്രാവശ്യം. അപ്പോൾ നമ്മളിത് കപ്പ നന്നായിട്ട് ഇളക്കിയെടുത്തു. നമുക്കതൊന്ന് ഒരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കോരി അതിനകത്തേക്കിട്ട് എടുത്തു. കുറച്ച് ചെറിയ പാത്രത്തിലാട്ടോ ഞാൻ എടുത്തേ. അപ്പോൾ നമുക്കതൊന്ന് കഴിക്കാം. അപ്പോൾ അതിലോട്ട് കുറച്ച് സവാളയൊക്കെ ഒന്ന് വിതറിയിട്ട്, കുരുകുരുന്ന് അരിഞ്ഞ സവാളയൊക്കെ ഒന്ന് വിതറിയിടുക കേട്ടോ. അപ്പോൾ നമ്മളത് ആ സവാളയും ആ കപ്പയും എല്ലാം കൂടെ ഇങ്ങനെ എല്ലാം കൂടെ ഇങ്ങനെ കുഴച്ച് ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ.